കണ്ണുകളും ഹൃദയങ്ങളും വഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തിന്റെ ശിക്ഷ ഭയപ്പെട്ട് കച്ചവടമോ വിനോദമോ ഏർപ്പാടുകളോ ക്രയവിക്രയങ്ങളോ തടസ്സമാകാതെ പള്ളിയിൽ പോകുന്ന ഫീഹി റിജാലുൻ, ചില ആളുകളുണ്ട്, ചില മനുഷ്യന്മാരുണ്ട് ആ മസ്ജിദുകളിൽ എന്ന് പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹ് അൻ തുർഫ, അല്ലാഹുവിന് വേണ്ടി, അവനെ ഓർക്കാൻ വേണ്ടി, അവനെ സ്മരിക്കാൻ വേണ്ടി ആ പള്ളികൾ ഉയർത്തപ്പെട്ട് തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദുകളിൽ അവര് വന്ന് നമസ്കരിക്കുമെന്ന് സൂറത്തുൻ നൂർ 24 അധ്യായം 35 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു. അപ്പോ നമസ്കാരം യുദ്ധരംഗത്ത് പോലും സമയം നിർണയിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിനോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, നബിയെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അസ്സലാത്തു ലിവക്തിഹാ ലിഅവ്വലി വക്തിഹാ, നമസ്കാരം അതിന്റെ വക്തിനെ, അതിന്റെ ജമാഅത്തിനെ ചെയ്യേണ്ടതാണ്. ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലെത്തി, ഇഖാമത്തിന്റെ ഇടയിൽ 3 മിനിറ്റ് കിട്ടി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബ് ബാങ്ക് കൊടുത്തു, ഇഖാമത്തിന്റെ ഇടയിൽ 3 മിനിറ്റ് ഉണ്ട്, 2 റക്അത്ത് വേഗത്തിൽ നമസ്കരിക്കാം ഉദ്ദേശിക്കുന്നവർക്ക്, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഗ്രിബിന് ശേഷം 2 റക്അത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു മോദി നിർവഹിക്കാൻ റസൂൽ പറഞ്ഞു. നമുക്ക് എത്ര പേർക്കറിയാം? നമ്മൾ എത്ര പേർ നിർവഹിക്കുന്നു? നമ്മുടെ ഫർളിന്റെ പോരായ്മകൾ നിർവഹിക്കപ്പെടുന്ന റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ എത്ര നമസ്കരിച്ചു? ആലോചിക്ക്, ചിന്തിക്ക്. ആകെ മുസ്ലിങ്ങൾ എല്ലാരും ചെയ്യുന്ന വലിയ പൈസ കൊടുക്കാണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്ത് നിസ്കാരം. സക്കാത്ത് പറഞ്ഞാൽ വലിയ പണി. അതിനുണ്ടാകുന്ന ചോദ്യം നിസ്കാരത്തിന് ഉണ്ടായില്ല. കാരണം എന്താ? ഒരു മുതൽ മുടക്കില്ലല്ലോ. വെള്ളം എടുത്ത ടാങ്കിന്റെ പൈസ കമ്മിറ്റി അടച്ചു ചെയ്യും. നമുക്ക് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പൊ ആലോചിക്കുക, അങ്ങനെയുള്ള നമസ്കാരക്കാർ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കാര്യക്ഷേകമായി പറയും. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ, സൂറത്ത് ആൽ ഇംറാനിലെ 43-ൽ സ്ത്രീകളുണ്ടോ? സ്ത്രീകൾക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ആകെ പേരെടുത്ത് പറയുന്ന ഒരു സ്ത്രീ, അത് മറിയമായിരുന്നു. സക്കരിയ ഇമാമായി നിന്നിട്ട് ആ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച വനിതയാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. നിങ്ങൾ ആലോചിക്കണം, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഓരോ പണ്ഡിതന്മാരുടെ അവരവരുടെ ഇഷ്ടമല്ല. യാ മറിയം കുൻതി റബ്ബിക അതേ പ്രയോഗം അല്ലാഹു പ്രത്യേകമായി വിളിച്ചിട്ട് പറയാ, മറിയമേ, നീ റബ്ബിനോട് വിനയം കാണിക്കുകയും നീ റബ്ബിനോട് കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം നീ തലകുനിക്കുകയും ചെയ്യുക. വീടിന്റെ ഉള്ളിന്റെ ഉള്ള്, പിന്നെ നീ ഉള്ളുണ്ടെങ്കിൽ അതും അതിന്റെ ഉള്ളിൽ നിസ്കരിക്കണം എന്നാണ് മുസ്ലിംമാര് പറയാറുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പറയുന്നത് കുമ്പിടുന്നവരുടെ കൂടെ. ഇനി ആരാ ഇവിടെ നിസ്കരിക്കുന്നത്? അത് തൊട്ട് മേലെയും തൊട്ട് താഴെയും സക്കരിയ നബിയുടെ കൂടെ ഇമാമും ജമാഅത്തുമായി അതിൽ മറിയം ബീവിയും നമസ്കരിച്ചു എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയും, വിശുദ്ധ ഖുർആൻ പറയും. അപ്പോ തൊട്ടടുത്ത് പള്ളിയുടെ അടുത്തുള്ള ളുഹറിന് പോകാം, സുബൈക്ക് പോകാം, ഇശാക്ക് പോകാം. സൗകര്യം പോലെ, സ്ത്രീകളുടെ ഹിതം പോലെ അള്ളാഹു അനുവദിച്ചതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, അള്ളാഹു മറിയമിനോട് കൽപ്പിച്ചതാണ്. ഹറാമായ ഒരു പ്രവൃത്തി മറിയമിന് അനുവദനീയവും നമുക്ക് അനുവദനീയമല്ല എന്നൊരു വിധി ആ കാര്യത്തിൽ വരുമോ? ഏതൊരു സ്ത്രീക്കും എന്താണോ അന്നുള്ളത് അതേ വിധി തന്നെയാണല്ലോ ആ കാര്യത്തിൽ ഇന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു. അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ അന്ധന്, വളരെ പ്രയാസപ്പെട്ട് വേണം ഇങ്ങോട്ട് നടന്നു വരാൻ, നബിയെ, അപ്പൊ ഞാൻ എന്ത് വേണം? എനിക്ക് വീട്ടിൽ നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചു. 2 കണ്ണുകളും കാണില്ല, ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണം, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നെ കൊണ്ടുവരാൻ, പ്രയാസമാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, വീട്ടിൽ നിർവഹിച്ചോ. അയാൾ തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ തിരിച്ചു വിളിച്ചു, ബാങ്ക് കേൾക്കുമോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. എങ്കിൽ നിസ്കാരത്തിന് വരണം നിർബന്ധമാണ്. നമുക്ക് അന്ധതയുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരെ നമുക്ക് അന്ധതയുണ്ടോ? വികലാംഗതയുണ്ടോ? അംർ ഇബ്നു ജമൂഹിന്റെ വികലാംഗത ഉണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമിന്റെ അന്ധതയുണ്ടോ? വാഹനമില്ലേ? അവനവന്റെ കടയല്ലേ? അവനവന്റെ കടയിൽ ജോലി ചെയ്യുന്നവരെ പോലും ഫർള് നിസ്കരിക്കാൻ അവസരം കൊടുക്കാത്ത സാഹചര്യം. എന്തിന്? ദുനിയാവിന് വേണ്ടി, ആഖിറത്തിന് ബലി കഴിച്ചുകൊണ്ട്. ആലോചിക്കണം, ചിന്തിക്കണം. സഹോദരിമാരോട് ഞാൻ പ്രത്യേകം പറയാൻ, വളരെ വളരെ പ്രത്യേകം പറയാൻ.
ളുഹർ നിസ്കാരം താമസിച്ച് അസറിന്റെ കൂടെ അല്ലെങ്കിൽ അസറിന്റെ 2 മിനിറ്റ് മുമ്പ് ഒരു വല്ലാത്ത വധുവും ഒരു വല്ലാത്ത നിസ്കാരവും 1 മിനിറ്റ് ആയിരിക്കും ബാങ്കിന് ബാക്കി ഉണ്ടാവുക. എന്താ പ്രശ്നം? അതുവരെ അലക്കി കുളിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാലോ, കുളി നിർബന്ധമല്ലാത്ത അവസ്ഥയിൽ അലക്കുവെള്ളം നജസല്ല, തിരുമുന്നതിന്റെ സോപ്പിന്റെ പത നജസല്ല അല്ല. അതുകൊണ്ട് തന്നെ അവിടെ കുളിച്ചതിന് ശേഷമേ നിസ്കരിക്കൂ എന്നൊരു നിർബന്ധം അവിടെ ആവശ്യമില്ല. കുളി നിർബന്ധമുള്ള അവസ്ഥയില്ലേ എങ്കിൽ ആ അലക്കുമ്പോ ധരിച്ച ഡ്രസ്സ് അയച്ചു വെക്കുക, എന്നിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഒളു ചെയ്ത് ബാങ്ക് കേട്ടാൽ വേഗം നിസ്കരിച്ചോളുക. ഭർത്താവ് ജമാഅത്തായി നമസ്കരിച്ച് ഭർത്താവ് സംഘം ചേർന്ന് നമസ്കരിച്ചു വരുമ്പോ ളുഹർ നിസ്കരിക്കാതെ ഭർത്താവിന് ചോറ് വിളമ്പി വെക്കുന്ന നോമ്പല്ലാത്ത കാലഘട്ടങ്ങളിൽ ആലോചിക്കുക, അവനവന്റെ നഫ്സിനെ നരകത്ത് നിന്ന് കാക്കുക. അപ്പൊ ഖളാ എന്ന് പറഞ്ഞ ഏർപ്പാട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അതുകൊണ്ടാണ് മെൻസസ് പീരീഡിൽ നോമ്പെടുത്തു വിട്ടാം, നിസ്കാരം എടുത്തു വിട്ടേണ്ടതില്ല. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനിയോ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സലാത്തിഹിം ദായിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിലെ 70-ാം അധ്യായം സൂറത്ത് മആരിജാണ്. സൂറത്ത് മആരിജിലെ 19 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറയാണ്, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ അക്ഷമനായി കൊണ്ടാണ്. ക്ഷമയില്ലാതെ അടക്കമില്ലാതെ എന്തൊരു പ്രശ്നം വന്നാലും ആകെ അസ്വസ്ഥമായി, ബേജാറായി, വിഷമങ്ങളായി, ബുദ്ധിമുട്ടുകളായി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു തിന്മ ബാധിച്ചാൽ ആകെ അസ്വസ്ഥമായി പോകുന്ന ആളുകൾ. അതുപോലെ നന്മയുണ്ടായാലോ തടഞ്ഞു വെക്കുന്നവനായിക്കൊണ്ട്, ഒരു സമ്പാദ്യമുണ്ടായി, ബിസിനസ്സിൽ ഒരു നല്ല മെച്ചമുണ്ടായി, ആർക്കും കൊടുക്കാൻ സന്നദ്ധരല്ല, ആർക്കും അവർ നൽകില്ല. അങ്ങനെ പ്രയാസമുണ്ടായാൽ, ഭയങ്കരമായ ഒരു ചെറിയ നഷ്ടം പറ്റിയാൽ പോലും സഹിക്കാനാവാത്ത ബേജാറും വിഷമവും, അതോടൊപ്പം നേട്ടമുണ്ടായാലോ ഒരാളെയും അതിൽ പങ്കാളിയാക്കാതിരിക്കാനുമുള്ള ശ്രമം, അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ സ്വഭാവം ആർക്കുണ്ടാവില്ല? ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കുണ്ടാവില്ല. അപ്പൊ നമുക്കുണ്ടോ? എന്നിട്ടും നമ്മൾ നമസ്കരിക്കുന്നവരാണോ? എങ്കിൽ ആ നമസ്കാരത്തിൽ എവിടെയോ തകരാറുണ്ട്. ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കപ്പെടുന്ന നമസ്കാരം. പെരുന്നാളിന് മാത്രമല്ല, നോമ്പിന് മാത്രമല്ല, തറാവീഹിന് മാത്രമല്ല. തറാവീഹ് സുന്നത്താണ്, ഇശാ ഫർളാണ്. ഇശാന്റെ ജമാഅത്തിനെത്താത്തവർ തറാവീഹിനെത്തുന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ചോദിക്കും, നിന്നെ തറാവീഹിന് കണ്ടില്ലല്ലോ, നിന്നെ ഇശാക്ക് കണ്ടില്ലല്ലോ എന്നാ ചോദിക്കണ്ടേ. ഇശയാണ് ഫർള്, തറാവീഹ് സുന്നത്താണ്. മനസ്സിലായോ? അതുകൊണ്ട് ഗൗരവമായി സലാത്തിഹിം ദായിമൂൻ, എന്നും നിലനിർത്തുന്ന, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ 5 വക്തും നമസ്കരിക്കുന്ന ആളുകൾ അല്ലേ? നമ്മുടെ ആളുകൾ പറയും, ഔലിയാക്കൾക്ക് എന്തിനാ നിസ്കാരം? ഒരു ജദ്ബിന്റെ ഹാലിലാണ്. അതുകൊണ്ട് ഔലിയാക്കൾ ആരെങ്കിലും നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്. എന്താ? വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത്ത. വലിയ ശൈഖ് പറഞ്ഞത്രേ, മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞ കള്ളം. അദ്ദേഹം നിസ്കരിക്കുന്നില്ല ളുഹ്റു അസ്റു ഒന്നും. മഗ്രിബായപ്പോൾ ആൾക്കാർ ചോദിച്ചു, അല്ല ശൈഖേ, ളുഹ്റു അസ്റു ഒന്നും ഇല്ലാത്ത എന്ത് ശൈഖാണെന്ന് ചോദിച്ചു. മൊയ്തീൻ ശൈഖ് പറഞ്ഞത്രേ, വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത്ത. ഈ വിവരം കെട്ട കൗമുണ്ടോ അറിയണ് ഞാൻ മക്കത്ത് നിസ്കരിക്കുന്നത്? ഈ കൗം അറിയുന്നുണ്ടോ? പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം കാണുന്ന തടി, അതിൽ 37 ഇല്ല. ആ സമയത്ത് നിങ്ങൾ ഈ കാണുന്ന ശരീരത്തെ കെട്ടിയിട്ടിട്ട് ഭക്ഷണം ചോദിക്കാൻ പറയാം, ഭക്ഷണം മക്കത്തുള്ള തടി കഴിച്ചോളൂ. നിസ്കാരം ഏതായാലും മക്കത്ത്, നോമ്പും മക്കത്ത്, ഭക്ഷണവും മക്കത്തായിക്കോട്ടെ, അത് മുക്കത്തായണ്ട. ഈ ജാതി തട്ടിപ്പായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്സൂമല്ലേ? വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സകലമാന പാപങ്ങളും പൊറുക്കപ്പെട്ട ആളല്ലേ? ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന് ബോധരഹിതനായി നിലത്തു വീണു. എന്നിട്ട് ബോധം വരുമ്പോൾ ചോദിക്കും, ആയിഷ, അവർ നമസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, അങ്ങയെ കാത്തിരിക്കുന്നു പ്രവാചക. വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധക്ഷയം വരും, വീണ്ടും റസൂല് ബോധം തെളിയും. റസൂൽ ചോദിച്ചു, ആയിഷ,